നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും ദൈവകരം കാണുവാൻ കഴിയുമ്പോഴാകുന്നു നാം യഥാർത്ഥത്തിൽ സന്തോഷമുള്ളവരാകുന്നത്. ജീവിതത്തിൽ ദൈവം എത്രയെത്ര അനുഗ്രഹങ്ങൾ ഈ പറഞ്ഞതുപോലെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാം. ജീവസന്ദേശത്തിൻ്റെ ഉൽപ്പത്തി പുസ്തക പഠനത്തിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജ്യേഷ്ഠ സഹോദരൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് യാക്കോബ് തൻ്റെ ജീവിതം ആരംഭിച്ചതെങ്കിലും സംഭവ ബഹുലമായ ആ ജീവിതയാത്ര വിശ്വാസത്തിൻ്റെ നിറവിൽ അവസാനിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതിന് പിന്നിലെ ഏക കാരണം യാക്കോബിനോടുള്ള ദൈവകൃപയുടെ ആധിക്യമായിരുന്നു. ഞാൻ ആകുന്നത് ദൈവകൃപയാലാണ് എന്ന അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രഖ്യാപനം യാക്കോബിൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നു. ഓരോ ദൈവപൈതലും തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട പരമമായ ഒരു സത്യമാണിത്. തൻ്റെ തലമുറകളിലൂടെ വെളിപ്പെടുവാനിരിക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ വാഗ്ദത്തങ്ങളെ ഓർത്ത് ആത്മാവിൽ ആനന്ദിക്കുന്ന യാക്കോബിൻ്റെ ചിത്രത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൻ്റെ 8 മുതൽ 50 അധ്യായത്തിൻ്റെ 26 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായമാണല്ലോ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുവാൻ ആരംഭിച്ചത്. അതിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. രൂബേന് 1-ാമത്തെ സ്ഥാനം നഷ്ടപ്പെട്ടതും ശിമെയോനും ലേവിക്കും അതിനടുത്ത സ്ഥാനം നഷ്ടമായതായും രാജാവ് ഈ ഗോത്രങ്ങളിൽ നിന്നൊന്നും വരില്ല എന്നുമുള്ള കാര്യം നാം 49 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടു. പാപിയായിരുന്ന വേറൊരു മകൻ യാക്കോബിനുണ്ടായിരുന്നു. ദൈവകൃപ അവന് ചെയ്തതെന്താകുന്നുവെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 49 അധ്യായത്തിൻ്റെ 8ഉം 9ഉം വാക്യങ്ങളിൽ, യഹൂദയെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും, അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കും. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു, ആരവനെ എഴുന്നേൽപ്പിക്കും. അപ്പൻ്റെ മക്കൾ നിന്റെ മുമ്പിൽ നമസ്കരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സംഭവിക്കാനാണെന്നറിയാമോ? അതെ, കർത്താവായ യേശുക്രിസ്തു യഹൂദയുടെ ഗോത്രത്തിൽ നിന്നുമാണ് വരുന്നത്. അവൻ്റെ മുമ്പിലാണ് സകല മനുഷ്യരും നമസ്കരിക്കുവാൻ പോകുന്നത്. 10-ാം വാക്യത്തിൽ നാം കാണുന്നത്, അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ണ് അവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങിപ്പോകയില്ല, ജാതികളുടെ അനുസരണം അവനോടാകും. തിരുവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വേറൊരു പ്രവചനമാകുന്നു ഞാനിപ്പോൾ വായിച്ചത്. അവകാശമുള്ളവൻ വരുവോളം. അവകാശമുള്ളവൻ എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാകുന്നു. തിരുവചനത്തിലെ വളരെ ശ്രേഷ്ഠമായ പ്രവചനങ്ങളിൽ ഒന്നത്രേ പറഞ്ഞിരിക്കുന്നത്. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുമെന്ന് ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞു. അതത്രേ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. ഞാൻ നിനക്കും സ്ത്രീക്കും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും എന്ന ആ പ്രവചനം. പാമ്പിൻ്റെ തല തകർക്കുന്നവൻ സ്ത്രീയുടെ സന്തതിയാണ്, അവനാണ് വിജയം വരിക്കേണ്ടവൻ. ഈ ആദ്യത്തെ പ്രവചനം ഉൽപ്പത്തിയിലാകുന്നു നാം കാണുന്നത്. തുടർന്ന് ആ സന്തതിയെക്കുറിച്ച് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും സ്ഥിരപ്പെടുത്തി. ഇപ്പോൾ അത് യഹൂദയോട് സ്ഥിരപ്പെടുത്തുന്നു. യഹൂദയുടെ വംശത്തിൽ നിന്നും അവൻ വരുന്നുവെന്ന്. അവകാശമുള്ളവൻ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ഷൈലോഹ് എന്നാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട അർത്ഥം ഭരണാധികാരിയാകുന്നു. ഈ പദത്തിന് വിശ്രമം, സ്വാസ്ഥ്യം എന്നൊക്കെയും അർത്ഥമുണ്ട്. മനുഷ്യജീവിതത്തിൽ സ്വസ്ഥത കൊണ്ടുവരുന്നവൻ ക്രിസ്തുവാകുന്നു എന്ന അർത്ഥത്തിൽ കർത്താവ് ഈ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ അവൻ തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ.
തന്നെ ത്യജിച്ചവരിൽ നിന്നും തിരിഞ്ഞിട്ട് സകല ലോകത്തോടുമായി കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന്. അതത്രേ ഷൈലോ, അവകാശമുള്ളവൻ വന്നു. ക്രിസ്തു അവകാശമുള്ളവൻ മാത്രമല്ല, ചെങ്കോൽ പിടിക്കുന്നവനും ആകുന്നു. 11ഉം 12ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അവൻ മുന്തിരിവള്ളിയോട് ചെറുകഴുതയെയും വിശിഷ്ട മുന്തിരിവള്ളിയോട് കഴുതക്കുട്ടിയെയും കിട്ടുന്നു. അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പും ദ്രാക്ഷരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നു. അവൻ്റെ കണ്ണ് വീഞ്ഞുകൊണ്ട് ചുവന്നും അവൻ്റെ പല്ല് പാലുകൊണ്ട് വെളുത്തും ഇരിക്കുന്നു. ഇവിടെ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒരു ചെറിയ കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് വന്നത് ക്രിസ്തു ആകുന്നു എന്ന് നമുക്കറിയാം. അന്ന് അവൻ തന്നെ മശിഹ ആയിട്ട് വെളിപ്പെടുത്തി, അതെ, രാജാവായും രക്ഷകനായും. ഇവിടെ പറയുന്നു അവൻ വീഞ്ഞിൽ തൻ്റെ ഉടുപ്പ് അലക്കുന്നു എന്ന്. എപ്രകാരത്തിലുള്ള വീഞ്ഞാകുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതെ, രക്തം, അവൻ്റെ സ്വന്തം രക്തം. എന്നാൽ ക്രിസ്തു വീണ്ടും വരുമ്പോൾ അവൻ്റെ വസ്ത്രം ചുവന്നിരിക്കും. യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് അവനോട് ചോദിക്കുന്നത്, നിൻ്റെ ഉടുപ്പ് ചുവന്നിരിക്കുന്നത് എന്ത്? നിൻ്റെ വസ്ത്രം മുന്തിരിച്ചക്ക് ചവിട്ടുന്നവൻ്റേതുപോലെ ഇരിക്കുന്നതെന്ത്? ഈ പറയുന്ന സമയത്ത് തൻ്റെ സ്വന്തം രക്തമായിരിക്കില്ല, പിന്നെയോ തൻ്റെ ശത്രുക്കളുടെ രക്തമായിരിക്കും അവൻ്റെ വസ്ത്രത്തിൽ കാണുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചുള്ള പ്രവചനമാണ്. അവൻ ന്യായവിധിക്കായി മടങ്ങി വരുന്നതിനെപ്പറ്റി പറയുന്ന ഭാഗം. യഹൂദയ്ക്ക് നൽകിയ പ്രവചനം തിരുവചനത്തിലേക്കും ശ്രേഷ്ഠമായ പ്രവചനങ്ങളിൽ ഒന്നത്രേ. അതെ, കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുവാൻ ദൈവം ഒരുക്കിയ മാർഗം. ഇനിയും 49-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം കാണുന്നത്, സെബുലോൻ സമുദ്രതീരത്ത് വസിക്കും, അവൻ കപ്പൽ തുറമുഖത്ത് പാർക്കും, അവൻ്റെ പാർശ്വം സീദോൻ വരെ ആകും. ആ ദേശത്തിൻ്റെ വടക്ക് ഭാഗത്ത് സമുദ്രതീരത്ത് പാർത്തിരുന്ന ഗോത്രമായിരുന്നു ഈ പറഞ്ഞ സെബുലോൻ. 14-15 വാക്യങ്ങളിൽ, ഇസാക്കാർ അസ്ഥിബലമുള്ള കഴുത, അവൻ തൊഴുത്തുകളുടെ മധ്യേ കിടക്കുന്നു. വിശ്രാമം നല്ലതെന്നും ദേശം ഇമ്പമുള്ളതെന്നും കണ്ട് അവൻ ചുമടിന് ചുമൽ കൊടുത്ത് ഊഴിയത്തിന് ദാസനായി തീർന്നു. ഇസാക്കാറും ഒടുവിൽ ആ ദേശത്തിൻ്റെ വടക്ക് ഭാഗത്ത് പാർക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. ആ രാജ്യത്തിൻ്റെ നട്ടെല്ലെന്ന് പറയത്തക്കവണ്ണം വളരെയധികം കാര്യങ്ങൾ ചെയ്ത ഒരു ഗോത്രമായിരുന്നു ഇസാക്കാർ. അവർ തൊഴിലാളികളായിരുന്നു, കൃഷിക്കാർ. ഈ കൃഷിക്കാരും തൊഴിലാളികൾ അവർക്ക് ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെയോ മറ്റേതൊരു രാജ്യത്തിൻ്റെയോ നട്ടെല്ല് ജോലിയെടുക്കുന്ന തൊഴിലാളികളാണ്, അല്ലേ? ചെറിയ ഗോത്രങ്ങളായ സെബുലൂനും ഇസാക്കാറുമായിരുന്നു വാഗ്ദത്ത നാട്ടിൽ താമസം ഉറപ്പിച്ചിരുന്ന ഇസ്രായേലിൻ്റെ നട്ടെല്ല്. 16 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, ദാൻ ഏതൊരു ഇസ്രായേല്യ ഗോത്രവും പോലെ സ്വജനത്തിന് ന്യായപാലനം ചെയ്യും. ദാൻ വഴിയിലൊരു പാമ്പും പാതയിലൊരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. യഹോവേ, ഞാൻ നിൻ്റെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷ ആവശ്യമായി വരുന്ന ഗോത്രമാകുന്നു ദാൻ. കാരണം മറുതലിപ്പിൽ തുടരുന്ന ഗോത്രങ്ങളിൽ ഒന്നായിരിക്കും ദാൻ. തിരുവചനത്തിലൂടെ നാം മുൻപോട്ട് പഠിക്കുമ്പോൾ അതേക്കുറിച്ച് കൂടുതലായി കാണുന്നതാണ്. 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഗാദിനെക്കുറിച്ചാണ്. ഗാദോ കവർച്ചപ്പട അവനെ ഞെരുക്കും, അവനോ അവരുടെ പിൻപടയെ ഞെരുക്കും. ദേശത്തിൻ്റെ വടക്ക് ഭാഗത്ത് താമസമുറപ്പിച്ച വേറൊരു ഗോത്രമാകുന്നു ഈ ഗാദ്. വാസ്തവത്തിൽ ദാൻ ആയിരുന്നു വടക്കേ അറ്റത്തുണ്ടായിരുന്നത്. അതുകൊണ്ടാണല്ലോ ആ രാജ്യത്തിൻ്റെ നീളത്തെക്കുറിച്ച് പറയുമ്പോൾ ദാൻ മുതൽ ബെർശേബ വരെ എന്ന് പറയുന്നത്. 20ഉം 21ഉം വാക്യങ്ങളിൽ, അശേരോ അവൻ്റെ ആഹാരം പുഷ്ടിയുള്ളത്, അവൻ രാജകീയ സ്വാദ് ഭോജനം നൽകും. നഫ്താലി സ്വതന്ത്രനായി നടക്കുന്ന പേടമാൻ, അവൻ ലാവണ്യവാക്കുകൾ സംസാരിക്കുന്നു. ബൈബിളിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് വ്യക്തിപരമായി സംസാരിക്കുകയും ദൈവം ഇടപെടുകയും ചെയ്തതായി പറഞ്ഞിട്ടുള്ളത് എല്ലാം ഈ 12 ഗോത്രങ്ങളിൽ ഏതെങ്കിലും ഉള്ളവരോടാണ്. ഈ ഗോത്രങ്ങളിലെ ഓരോരുത്തരോടും പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതികൾ തന്നെയാണ്. 22-ാം വാക്യത്തിൽ യോസഫിനെ കുറിച്ച് പറയുന്നു. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരുന്നു. യോസഫ് കനാൻ ദേശം വിട്ട് മിസ്രൈമിലേക്ക് പോയി.
എന്നാൽ അവൻ അവിടെയും ദൈവത്തിനൊരു സാക്ഷിയായിരുന്നു. അവൻ്റെ പുത്രന്മാരായ എഫ്രൈമും മനശ്ശെയും ചരിത്രത്തിൽ പിന്നീട് ശമരിയായി തീർന്ന ആ ഭാഗമാണ്. ക്രിസ്തുവിൻ്റെ കാലത്ത് ആ ഭാഗത്തെ ജാതികളുടെ ദേശമെന്നാണ് വിളിച്ചിരുന്നത്. സാക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സ്ഥലം തന്നെയായിരുന്നു ഈ പറഞ്ഞത്. 23 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യോസഫിൽ നിന്നും ഉത്ഭവിച്ച ഈ 2 ഗോത്രങ്ങൾ, അതായത് എഫ്രൈമും മനശ്ശെയും, വളരെ പ്രമുഖരായ 2 ഗോത്രങ്ങളായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. രാജ്യത്തിൻ്റെ വിഭജനം പോലും അവരാണ് നടത്തിയത്. അവർ അത്രമാത്രം ശക്തരായിരുന്നു എന്ന് ചുരുക്കം. 26-ാം വാക്യത്തിൽ നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്ക് മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നെറുകയിലും വരും. യോസഫിനെയും അവനിൽ നിന്ന് ഉത്ഭവിച്ച 2 ഗോത്രങ്ങളെയും ഇസ്രായേലിൻ്റെ ദൈവത്തിങ്കിലേക്ക്, അതായത് സൃഷ്ടാവിങ്കിലേക്ക്, വീണ്ടെടുപ്പുകാരനിലേക്ക് കൊണ്ടുവന്നു ബന്ധിപ്പിക്കുവാൻ യാക്കോബ് ഇവിടെ ശ്രമിക്കുകയാണ്. കാരണം ഈ ഗോത്രങ്ങൾ, പ്രത്യേകിച്ച് എഫ്രൈം, ഇസ്രായേലിനെ വിഗ്രഹാരാധനയിലേക്ക് നടത്തിയ ഗോത്രമാണ്. ഓർക്കുന്നില്ലേ? തൻ്റെ മരണക്കിടക്കയിൽ യാക്കോബ് അവരെ തിരികെ വിളിക്കുന്നു. പ്രവചനമാണ്, ഓർത്തോണം. തൻ്റെ പിതാക്കന്മാരുടെ ദൈവത്തിങ്കിലേക്ക് അവർ തിരികെ വരേണ്ടതുണ്ട് എന്ന് യാക്കോബ് പറയുകയാണ്. 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായ, രാവിലെ അവൻ ഇര പിടിച്ചു വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ബെന്യാമീനെ സംബന്ധിക്കുന്ന ഈ പ്രവചനം വിചിത്രമായിരിക്കുന്നു. യഹൂദയുമായി വളരെയേറെ ഒന്നിച്ചു നിന്ന ഗോത്രമാകുന്നു ബെന്യാമീൻ ഗോത്രം. രാജ്യം വിഭജിക്കപ്പെട്ടപ്പോൾ യഹൂദയോട് കൂടി നിന്ന ഏക ഗോത്രം ബെന്യാമീൻ്റേതാകുന്നു. ഇനിയും യാക്കോബിൻ്റെ അന്ത്യവാക്കുകളും മരണവുമാണ് നാം കാണുന്നത്. 28-29 വാക്യങ്ങളിൽ ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇതുതന്നെ. അവൻ അവരിൽ ഓരോരുത്തരും അവനവൻ്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അവൻ അവരോട് ആജ്ഞാപിച്ച് പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രോൻ്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ എന്നെ അടക്കണം. തൻ്റെ തന്നെ കുടുംബചരിത്രം അവൻ പറയുകയാണ്. യാക്കോബിൻ്റെ മരണം കൊണ്ടെല്ലാം തീർന്നു എന്ന് കരുതരുത്. അവൻ അവൻ്റെ ജനങ്ങളോടൊപ്പം ആയിരിക്കുവാൻ പോവുകയാണ്. അബ്രഹാം വില കൊടുത്ത് വാങ്ങിയ ആ ഗുഹയിൽ തൻ്റെ ശരീരവും സംസ്കരിക്കണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചു. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് വരെ ആ ദേശത്ത് തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പാക്കുവാൻ യാക്കോബ് ആഗ്രഹിച്ചു. 30-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രോനോട് നിലത്തോടുകൂടെ ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. തൻ്റെ കുടുംബചരിത്രം യാക്കോബ് എത്രമാത്രം അറിഞ്ഞിരുന്നുവെന്ന് നമുക്ക് അവൻ്റെ ഓരോ പ്രസ്താവനകളിൽ നിന്നും കാണുവാൻ സാധിക്കും. അന്ന് ഇതൊന്നും എഴുതി സൂക്ഷിച്ചതല്ലല്ലോ. 31-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവിടെ അവർ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും ഇസ്ഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റെബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. ഇസ്രായേലിനോടുള്ള തൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് ഉയർക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അടക്കപ്പെടണം എന്നത്രേ യാക്കോബിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് അവൻ അത് തൻ്റെ മക്കളോട് പറയുന്നത്. ഒടുവിലത്തെ 2 വാക്യങ്ങളിൽ, ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വെച്ചിട്ട് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോട് ചേർന്നു. അവസാന നിമിഷം വരെയും തൻ്റെ കാൽ നിലത്ത് തന്നെ വെച്ചിരുന്നു എന്നത് രസകരമായിരിക്കുന്നു. ഒരു ജഡീക മനുഷ്യനായി അവൻ തൻ്റെ ജീവിതം ആരംഭിച്ചു. ജനനസമയത്ത് തൻ്റെ സഹോദരൻ്റെ കുതികാൽ പിടിച്ചവനായി അവൻ പുറത്തു വന്നതിനാലാണ് അവനെ യാക്കോബ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നവൻ എന്ന് വിളിച്ചത്. തൻ്റെ പേരിന് യോജിക്കുന്നത് പോലെ തന്നെ അവൻ ജീവിച്ചു. തൻ്റെ മുമ്പിൽ വരുന്നതെല്ലാം പിടിച്ചെടുക്കുവാനായിരുന്നു അവൻ്റെ തത്രപ്പാട്. എപ്പോഴും ഒന്നാമതാകുവാനായിരുന്നു അവൻ ശ്രമിച്ചത്. തനിക്ക് വേണമെന്ന് തോന്നിയതെല്ലാം ഏതു വിധേനയും കൈക്കലാക്കുവാൻ അവൻ ആഗ്രഹിച്ചു. ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ തൻ്റെ സ്വന്തം കാലിൽ, സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവിൽ അവൻ ആശ്രയിച്ചു. തൻ്റെ കൗശലത്തിലും ആത്മാർത്ഥതയില്ലായ്മയിലും അവൻ ആശ്രയിച്ചു. തനിക്ക് ദൈവത്തെ ആവശ്യമില്ലെന്നും തൻ്റെ കാര്യം താൻ തന്നെ നോക്കിക്കൊള്ളാമെന്നും യാക്കോബ് ചിന്തിച്ചു. എന്നാൽ പെനിയേലിൽ ദൈവം അവനെ മുടന്തനാക്കി. അവനെ കിട്ടുവാനായി ദൈവത്തിന് അവനെ തകർക്കണമായിരുന്നു.
അതെ, തന്നെ സ്നേഹിക്കുന്നവരെ നേരായ വഴിയിൽ കൊണ്ടുവരുവാൻ ദൈവം എന്തും ചെയ്യും. ഇവിടെ പെനിയേലിൽ യാക്കോബ് മുടന്തിയാണ് മുൻപോട്ട് നീങ്ങുന്നത്. തുടർന്നുള്ള ജീവിതത്തിലൂടെ അവൻ പോയത് അങ്ങനെയാണ്. ഒരു വിധത്തിൽ അവൻ 3 കാലിൽ നടക്കേണ്ടതായി വന്നു. ഊന്നുവടിയുടെ സഹായമില്ലാതെ അവന് നടക്കുവാൻ കഴിയുമായിരുന്നില്ല. ഇവിടെ തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് യാക്കോബ് കട്ടിലിൽ തൻ്റെ വടിമേൽ ചാരിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനുള്ള സമയം വന്നു. അവൻ തൻ്റെ കാല് കിടക്കയിലേക്ക് കയറ്റി വയ്ക്കുന്നു. തൻ്റെ കയ്യിലിരുന്ന വടി താഴെ കളയുന്നു. എന്നിട്ട് മരിക്കുവാനായി നിവർന്നു കിടക്കുന്നു. ഇതാണ് യാക്കോബ്. ജീവിതത്തിൽ ഒരു നീണ്ട വഴി അവൻ നടന്നു കഴിഞ്ഞു. ഒടുവിലത്തെ വിശ്വാസത്തിൻ്റെ ഒരു പ്രസ്താവനയുമായി അവൻ മരിക്കുന്നു. അതായത് ദൈവവാഗ്ദത്തപ്രകാരം മരിച്ചവരിൽ നിന്നും വാഗ്ദത്ത നാട്ടിൽ തന്നെ ഉയർക്കുന്ന ദിവസത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് അവൻ മരിക്കുന്നു. പരാജയങ്ങളുടെ മാത്രം നീണ്ട പട്ടിക കൈമുതലായിട്ടുണ്ടായിരുന്ന യാക്കോബ് വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ എത്തിച്ചേർന്നു. ഈ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, അതായത് ഒടുവിലത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, യാക്കോബിൻ്റെ ശവസംസ്കാരം കനാനിൽ നടക്കുന്നതും യോസഫിൻ്റെ മരണവും അടക്കവും മിസ്രൈമിൽ നടക്കുന്നതുമാകുന്നു നാം കാണുന്നത്. ശവസംസ്കാരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിനാൽ ദുഃഖത്തിൻ്റെ ഒരു കരിനിഴൽ ഈ 50-ാം അധ്യായത്തിൽ വീണിരിക്കുന്നതായും നാം കാണുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ ദൈവത്തെയും മനുഷ്യനെയും കൊണ്ട് ഈ പുസ്തകം ആരംഭിക്കുന്നു. എന്നാൽ അവസാനിക്കുന്നതോ മിസ്രൈമിലൊരു ശവപ്പെട്ടിയിൽ. മനുഷ്യകുലത്തിൽ പാപം പ്രവേശിക്കുന്നതിനെ ഈ പുസ്തകം കാണിക്കുന്നു. എന്നാൽ മനുഷ്യന് ജീവിക്കുവാനുള്ള മാർഗം തുറന്നു കൊടുക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത ഈ പുസ്തകത്തിലുടനീളം നാം കാണുന്നു. 50-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ, അപ്പോൾ യോസഫ് തൻ്റെ അപ്പൻ്റെ മുഖത്തു വീണ് കരഞ്ഞ് അവനെ ചുംബിച്ചു. പിന്നെ തൻ്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു. വൈദ്യന്മാർ ഇസ്രായേലിന് സുഗന്ധവർഗം ഇട്ടു. ഈജിപ്തിലെ മമ്മികളെക്കുറിച്ചൊക്കെ കേട്ടിരിക്കും നിങ്ങൾ. ഈ വക കാര്യങ്ങൾക്കൊക്കെ മിസ്രൈമ്യർ അതിസമർത്ഥന്മാരായിരുന്നു. ശവശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ അവർക്കേതോ ഒരു മാർഗമുണ്ടായിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും. മിസ്രൈമ്യർ അവനെക്കുറിച്ച് 70 ദിവസം വിലാപം കഴിച്ചു. സുഗന്ധവർഗം ഇടുവാൻ അവർ 40 ദിവസം എടുത്തു. ഈ എംബാമിംഗ് പ്രക്രിയയിൽ അനേകം കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നുവെന്ന് വ്യക്തമാണ്. മിസ്രൈമ്യർ യാക്കോബിനെ ഓർത്ത് വിലപിക്കുന്നത് നാം കാണുന്നു. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കരയുന്നത് തൊഴിലാക്കിയിട്ടുള്ളവരെ കൂലിക്ക് വിളിപ്പിച്ച് കരയിപ്പിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ കരുതുന്നത് യാക്കോബ് മിസ്രൈമിലൊരു യഥാർത്ഥ വിശുദ്ധനായി ജീവിച്ചു എന്നത്രേ. അവനൊരു ദൈവപുരുഷനായിരുന്നു, മാതൃകയുള്ളൊരു ദൈവപുരുഷൻ. മാത്രമല്ല, ജനങ്ങൾ അവനെ യോസഫിൻ്റെ പിതാവായി ബഹുമാനിക്കുകയും ചെയ്തു. ആ ദേശക്കാരെയെല്ലാം രക്ഷിച്ചത് യോസഫാണല്ലോ. അവരുടെ രക്ഷകനായിട്ടാണ് അവൻ അറിയപ്പെട്ടത്. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് യോസഫിൻ്റെ അപ്പനായ യാക്കോബ് ഈ സമയമായപ്പോഴേക്കും യഥാർത്ഥ വിശുദ്ധനായി കഴിഞ്ഞു എന്നത്രേ. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ യാക്കോബിൻ്റെ മൃതദേഹം സംസ്കാരം ചെയ്യുവാനായി കൊണ്ടുപോകുന്നതാണ് നാം കാണുന്നത്. എത്ര മഹത്വകരമായൊരു അന്ത്യമല്ലേ. ഞാൻ കരുതുന്നത് ഈ മനുഷ്യനെ, അതായത് യോസഫിനെ, മിസ്രൈമിലെ ജനങ്ങൾ വളരെയേറെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു എന്നത്രേ. ഒരുപക്ഷെ ഇത്രയും നീണ്ട ഒരു വിലാപയാത്ര ലോകചരിത്രത്തിൽ ഉണ്ടായിക്കാണില്ല. മിസ്രൈമിൽ നിന്നും യാക്കോബിൻ്റെ മൃതദേഹം കനാനിലെ ഹെബ്രോനിലെത്തിച്ചു. ഒരു നീണ്ട യാത്ര മിസ്രൈമിലെ ഭരണാധികാരികൾ അവന് നൽകി. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും അവർ ചെയ്തു എന്നതാണ് ചിന്തിപ്പിക്കുന്ന കാര്യം. യാക്കോബിൻ്റെ ഒരു അന്ത്യം നോക്കണേ. 50-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യാക്കോബിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയെക്കുറിച്ചാണ് നാം വായിക്കുന്നത്. എന്തുകൊണ്ട് യാക്കോബിനെ ബേത്ലഹേമിൽ റാഹേലിൻ്റെ കല്ലറയിൽ സംസ്കരിച്ചില്ല എന്ന ന്യായമായ ഒരു സംശയം നിങ്ങൾക്കുണ്ടായാൽ ഞാൻ ഒട്ടും അത്ഭുതപ്പെടില്ല. അതീ പറഞ്ഞ മക്പോലയിൽ നിന്നും കഷ്ടിച്ച് 20 മൈൽ വടക്ക് മാത്രമാണ്. അബ്രഹാം ഈ പറഞ്ഞ ഗുഹ വാങ്ങിയതാണ് അതിൻ്റെ പ്രധാന കാരണം. തൻ്റെ പിതാക്കന്മാരോടൊപ്പം അവർ വില കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് സംസ്കരിക്കപ്പെടണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചു. അങ്ങനെ ദൈവം വാഗ്ദത്തം ചെയ്ത് ആ വാഗ്ദത്ത ദേശത്ത് തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പാക്കുകയായിരുന്നു യാക്കോബ് ചെയ്തത്.
അങ്ങനെ തൻ്റെ പിതാക്കന്മാരോടൊപ്പം യാക്കോബ് അടക്കപ്പെട്ടു. അവർക്കെല്ലാം ഉയർപ്പിൻ്റെ ഒരു പ്രത്യാശ ആയിരുന്നു ഉണ്ടായിരുന്നത്. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ യോസഫ് അപ്പനെ അടക്കിയ ശേഷം സഹോദരന്മാർ ഈ പറഞ്ഞതായ യോസഫിൻ്റെ അടുത്തേക്ക് വരുന്നത് നാം കാണുന്നു. ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില ചിന്തകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ കാണുന്ന രംഗം വളരെ ചിന്തിപ്പിക്കുന്നതാണ്. ഇവിടുത്തെ പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് ഈ സഹോദരന്മാർ പിതാവിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മരണശേഷം എന്ത് സംഭവിക്കുവാൻ സാധ്യതയുണ്ടെന്ന് തങ്ങൾ ഭയപ്പെടുന്നതിനെ അപ്പനോട് പറഞ്ഞു കാണുമെന്നത്രേ. ഒരിക്കൽ യോസഫ് തങ്ങൾക്കെതിരെ തിരിയും എന്നവർ ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ട് യാക്കോബ് യോസഫിനോട് പറയുവാൻ അവരോട് പറഞ്ഞ ഒരു ദൂത് ഇപ്പോൾ യോസഫിനെ അറിയിക്കുകയാണ്. യോസഫ് അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് യാക്കോബിന് തീർച്ചയുണ്ടായിരുന്നു. യാക്കോബിന് യോസഫിനെ അറിയാമായിരുന്നു. അവർക്കെതിരായി യോസഫ് ഒന്നും ചെയ്യില്ല. ഈ പശ്ചാത്താപവുമായി സഹോദരന്മാർ യോസഫിൻ്റെ അടുക്കൽ വന്നപ്പോൾ അതുമൂലം യോസഫ് കരഞ്ഞുപോയി. 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ്റെ സഹോദരന്മാർ ചെന്ന് അവൻ്റെ മുമ്പാകെ വീണു. ഇതാ ഞങ്ങൾ നിനക്കടിമകൾ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുമെന്നുള്ള പ്രവചനം വീണ്ടും യാഥാർത്ഥ്യമാകുന്നത് ശ്രദ്ധിച്ചാലും 19-ാം വാക്യത്തിൽ യോസഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ? എന്തൊരു ചോദ്യം! എല്ലാ കാര്യങ്ങൾക്കും യോസഫ് ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. അടുത്ത വാക്യം തിരുവചനത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു വാക്യമാണ്. 20-ാം വാക്യം, നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. പ്രിയ സുഹൃത്തെ, നിങ്ങൾക്കും എനിക്കും കാണുവാൻ കഴിയാത്തൊരു വലിയ ഉദ്ദേശം ദൈവത്തിന് നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളെക്കുറിച്ചുമുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ എത്ര മാനുഷികമായിട്ടാണ് പലപ്പോഴും ചിന്തിക്കുന്നത് എന്ന് ഏറ്റുപറഞ്ഞാൽ മതിയാകൂ. കാരണം എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ എൻ്റെ മൂക്കിനപ്പുറം കാണുവാൻ എന്നെക്കൊണ്ട് കഴിയുന്നില്ല. എന്നിട്ട് ഞാൻ ചോദിക്കുന്നത് ദൈവം എന്തിനിത് അനുവദിക്കുന്നു എന്നാണ്. അതെ, ദൈവത്തിന് എന്നെക്കുറിച്ചൊരു നല്ല ഉദ്ദേശമുണ്ടെന്ന് ഞാൻ ഓർക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലൊരു നല്ല ഉദ്ദേശം നിവർത്തിക്കപ്പെടേണ്ടതിനായിട്ടല്ലെങ്കിൽ പ്രതിസന്ധികളും കഷ്ടങ്ങളും രോഗങ്ങളും ഇതുപോലെയുള്ളതൊന്നും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല. തുടർന്ന് യോസഫ് പറയുന്നത് ശ്രദ്ധിച്ചാട്ടെ, 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പ്രതികാരത്തിന് പകരം ഉപകാരം, അതായിരുന്നു യോസഫിൻ്റെ പ്രതികരണം. അതുകൊണ്ട് തന്നെ യോസഫ് അനുഭവിച്ച അനുഗ്രഹങ്ങൾ എത്രയാകുന്നു എന്നോർക്കണം. 24-ാം വാക്യത്തിൽ, അനന്തരം യോസഫ് തൻ്റെ സഹോദരന്മാരോട്, ഞാൻ മരിക്കുന്നു, എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തു നിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യോസഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു. യോസഫ് 110 വയസ്സുള്ളവനായി മരിച്ചു. അവർ അവനെ സുഗന്ധവർഗമിട്ട് അവനെ മിസ്രൈമിൽ ഒരു ശവപ്പട്ടിയിൽ വെച്ചു. ബൈബിളിലെ ആദ്യത്തെ പുസ്തകം അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ചോ? ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം ആരംഭിച്ചത്. എന്നാൽ മിസ്രൈമിലൊരു ശവപ്പെട്ടിയുടെ കാര്യം പറഞ്ഞത് അവസാനിക്കുന്നു. മനുഷ്യകുലത്തിന് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ സൃഷ്ടിക്കുള്ളിൽ പാപം പ്രവേശിച്ചു. എന്തുകൊണ്ടാണ് യോസഫിനെ യാക്കോബിനെ പോലെ കനാനിൽ കൊണ്ടുപോയി അവിടെ സംസ്കരിക്കാതിരുന്നത്? യോസഫ് മിസ്രൈമിലെ ഒരു വീരനായകനായിരുന്നു എന്നത് വ്യക്തമാണ്. അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ശരീരം മിസ്രൈമിൽ നിന്ന് കൊണ്ടുപോകുവാൻ അവൻ്റെ കുടുംബത്തെ മിസ്രൈമ്യർ അനുവദിച്ച് കാണില്ല. മിസ്രൈമ്യർ ബഹുമാനിച്ചിരുന്ന ശ്രേഷ്ഠനായ ഒരു രാജ്യസ്നേഹിയായിരുന്നു യോസഫ് എന്നത്രേ ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ അവൻ്റെ ശവകുടീരത്തിൽ അവർ ഒരു വലിയ ജ്ഞാപകം ഉണ്ടാക്കി കാണും, മെമ്മോറിയൽ. എന്നാൽ യോസഫ് തൻ്റെ ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ കനാനിലേക്കൊരിക്കൽ പോകും, അന്ന് നിങ്ങൾ പോകുമ്പോൾ എൻ്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. യാക്കോബിൽ കണ്ട അതേ പ്രത്യാശ നാം യോസഫിലും കാണുന്നില്ലേ? അതായത് കനാൻ ദേശം ദൈവം അവർക്ക് ശാശ്വതാവകാശമായി നൽകുമെന്ന് ഉറപ്പ്. തങ്ങളുടെ ദേശത്ത് തന്നെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണമെന്നത്രേ ഈ പിതാക്കന്മാർ ആഗ്രഹിച്ചത്. വാഗ്ദത്ത നാട് അവകാശമാക്കുവാൻ തൻ്റെ ജനങ്ങളെ ദൈവം അവിടെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് യോസഫ് വിശ്വസിച്ചിരുന്നു.
മോശയും ഇസ്രായേൽ മക്കളും മിസ്രയീം വിട്ടപ്പോൾ അവർ യോസഫിൻ്റെ അസ്ഥികൾ കൂടെ കൊണ്ടുപോയി. എത്ര ഉന്നതമായൊരു ജീവിതമില്ലേ യോസഫിൻ്റെ ജീവിതം. അതെ, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും, ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം സ്നേഹിക്കും. പ്രിയ സുഹൃത്തേ, ദൈവത്തെ സ്നേഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആരംഭങ്ങളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങിയ ഉൽപ്പത്തി പുസ്തകം വിശ്വാസവീരന്മാരുടെ ജീവിത ചരിത്രങ്ങളിലൂടെ മനോഹരമാക്കപ്പെട്ടു. മനുഷ്യ സഹജമായ വീഴ്ചകളും ബലഹീനതകളും അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരുടെ അനുഭവങ്ങൾ ദൈവവിശ്വാസികൾക്കെന്നും ആവേശവും പ്രത്യാശയും പകരുന്നതാണ്. മിസ്രയീമിൽ ജോസഫിൻ്റെ മൃതശരീരം അടക്കം ചെയ്ത ശവപ്പെട്ടിയെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. എന്നാൽ ആ ശവപ്പെട്ടി ഒരു അന്ത്യമല്ല, മറിച്ച് വരാനിരിക്കുന്ന തലമുറയുടെ പുറപ്പാടിനുള്ള പ്രത്യാശയുടെ ഒരു അടയാളമായിരുന്നു. മരണം കൊണ്ടോ ശവപ്പെട്ടി കൊണ്ടോ അവസാനിക്കുന്ന പ്രത്യാശയല്ല ദൈവത്തിൻ്റെ ജനത്തിന് ലഭിച്ചിട്ടുള്ളത്. ജീവനോടെ ഇരുന്നാലും മരിച്ചാലും ഒരു പുറപ്പാട് നമ്മയും കാത്തിരിക്കുന്നു എന്ന പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.